കണ്ണൂർ എരുവിൽക്കടവിൽ മുച്ചക്രവാഹനം പുഴയിൽ വീണ് കാണാതായ മധ്യവയസ്കനെ തിരച്ചിൽ ആരംഭിച്ചു. ഭിന്നശേഷിക്കാരനായ ആൻഡോ മുണ്ടക്കലിനെയാണ് ഇന്നലെ കാണാതായത്. സ്ഥിരം അപകട മേഖലയാണെന്നും സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. തുടർച്ചയായിട്ട് അപകടങ്ങൾ ഇപ്പോൾ ഇന്നലെയായിട്ട് നടന്ന എരുത്തടവിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ മുന്നേയും ഒരു 5-6 തവണ ചെറിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ആൾക്കാർ അറിയാണ്ട് പോയത് ആ സമയത്ത് രക്ഷിക്കാൻ പറ്റിയതുകൊണ്ടും അവരെന്നെ രക്ഷപ്പെട്ടുള്ള സ്വന്തം പോയതുകൊണ്ടുമാണ്. ഇത് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വഴിയും കൂടിയായത്. ഇന്ന് ആ കാറ് വീണ്ടെടുത്തതിന് ദിവസം തന്നെ വൈകുന്നേരം ഇന്നിപ്പോൾ ഒരാൾ ഒരു മുച്ചക്ര വാഹനത്തിൽ വികലാംഗനാണെന്ന് സംശയിക്കുന്ന ഒരാൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അയാൾ നിലവിളിക്കുന്ന സൗണ്ടാണ് നമ്മൾ കേട്ടത് ആദ്യം. ആ സൗണ്ട് കേട്ടോണ്ടാണ് രാത്രി നമ്മൾ ഓടിപ്പോയി നോക്കിയത്, അല്ലെങ്കിൽ നമ്മൾ അതും അറിയാൻ പോകുന്നില്ല. പരമാവധി എല്ലാവരും തിരഞ്ഞു. അപ്പോൾ ഇതൊരു എന്താ പറയുക, ആൾക്കാർ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു വഴിയും കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സംവിധാനം ഇതിന് സുരക്ഷാ രീതിയിൽ പാലോ പിന്നെയല്ല തൽക്കാലികമായിട്ട് ആൾക്കാർ ഈ മഴക്കാലത്ത് വെള്ളമുള്ള സമയത്ത് കടന്നു പോകാത്ത രീതിയിലൊരു അടയാളപ്പെടുത്തുന്ന എന്തെങ്കിലും അവിടെ ചെയ്യണം. അതാണ് അതിന് എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്ത, കൊല്ലം കരുനാഗപ്പള്ളിയിൽ കോടതി വളപ്പിലെ റീൽസ് ചിത്രീകരണത്തിൽ കേസെടുത്ത് പോലീസ് എന്നുള്ളതാണ്. കൊലക്കേസ് പ്രതി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അവിടെ ഒരു സുരക്ഷാ മുന്നറിയിപ്പൊന്നും ഇല്ലാതിരുന്ന മേഖലയാണ്, അതൊരു അപകട മേഖലയാണല്ലോ. പ്രത്യേകിച്ച് ഇദ്ദേഹം ഭിന്നശേഷിക്കാരനായ വ്യക്തി കൂടിയാണ്. തെരച്ചിൽ തുടരുന്നെന്ന് മനസ്സിലാക്കുന്നു. മൊത്തത്തിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ക്രിസ്റ്റീന, ആഷ്മി, ഇത് ഇന്നലെ രാത്രി 8:30-ക്കാണ് ഈ ഒരു അപകടമുണ്ടായത്. മുച്ചക്ര വാഹനമാണ് ഇത്തരത്തിൽ പുഴയിലേക്ക് പോയത്. ഇപ്പോൾ നമ്മൾ കേട്ട ഒരു പ്രതികരണത്തിൽ എന്നതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളൊന്നും അവിടെയില്ല. വളരെ നാളായി ആവശ്യപ്പെടുന്നതാണ് സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നത്. ഇന്നിപ്പോൾ രാവിലെ പ്രദേശവാസികളുടെ നേതൃത്വത്തിലാണ് ഇയാൾക്കായുള്ള തിരച്ചിൽ പുരോഗമിച്ചിട്ടുള്ളത്. ഭിന്നശേഷിക്കാരനായ ആൻഡോ മുണ്ടക്കലിനെയാണ് ഇന്നലെ രാത്രി കാണാതായത്. ഇയാളുടെ കരച്ചിൽ കേട്ട് തൊട്ടടുത്തുള്ള പ്രദേശവാസികൾ വന്ന് നോക്കിയപ്പോൾ ഈ ഒരു മുച്ചക്ര വാഹനം മാത്രമാണ് കണ്ടത്. തുടർന്ന് ഈ നാട്ടുകാരെല്ലാം തന്നെ ചേർന്ന് ഈ പുഴയിൽ നിന്നും ഈ വാഹനം പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഏറെ വൈകി ഒരു 11 മണിയോടെ, രാത്രി 11 മണിവരെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും പ്രദേശവാസികളുടെയും എല്ലാം നേതൃത്വത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ പ്രദേശവാസികൾ പരിശോധന നടത്തുന്നു. അല്പസമയത്തിനകം ഫയർഫോഴ്സും പോലീസും എത്തി പരിശോധന ആരംഭിക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പ്രദേശവാസികൾ ഉന്നയിച്ച കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ രാത്രി സമയത്ത് തന്നെ ഒരു 9 മണിയോടെയാണ് ഒരു കാർ യാത്രക്കാരൻ ഇത്തരത്തിൽ കാർ നിയന്ത്രണം വിട്ട് ഈ പുഴയിലേക്ക് മറിഞ്ഞത്. പിന്നീട് ഈ കാർ യാത്രക്കാരനെയും കൊണ്ട് 20 മീറ്ററോളം പുഴയിലൂടെ ഈ കാർ ഒഴുകുകയുണ്ടായി. മുൻവശത്തെ ചില്ല് താഴ്ന്നു കിടക്കുകയായിരുന്നു. അതുവഴി പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. പിന്നെയും കാറ് മുന്നോട്ട്, ഈ നല്ല ശക്തമായ ഒഴുക്കുള്ള ഒരു സമയമായിരുന്നു. ഒരു 200 മീറ്ററോളം മാറിയാണ് പിന്നെ ആ കാറ് നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം തന്നെ പുറത്തെടുത്തത്. ഏറെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കാറ് പുറത്തെടുക്കുക എന്നത്. ശക്തമായ ഒരു ഒഴുക്കുള്ള പുഴ കൂടിയാണിത്. എന്തുതന്നെയായാലും അല്പസമയത്തിനകം തന്നെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ പരിശോധന ആരംഭിക്കും. ഇപ്പോൾ പ്രദേശവാസികളുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. അവർ ഉന്നയിച്ച ആവശ്യം എന്നത് സുരക്ഷാ സംവിധാനം ഒരുക്കണം എന്നതാണ്. ക്രിസ്റ്റീന, ആഷ്മി. എന്തായാലും ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം അപകടമാണെന്നും നാട്ടുകാർ പറയുന്നത് എത്രത്തോളം ശരിയാണെന്നും ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എന്താണെങ്കിലും ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഈ അവിടെ പോയ ആൻഡോ മുണ്ടക്കലിനെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി കണ്ടെത്താൻ കഴിയട്ടെ.